और बहुत सारे फेस्टिवल्स भी हैं जिसको हमें शेड्यूल करने में देखना है. दैट इज लाइक गणेश फेस्टिवल, पितृपक्ष, नवरात्रि, दिवाली, all that put together, this is what we thought that we can handle as 2 elections at a time. So therefore we decided to go this. And in any case, it is within 6 months of the schedule of the term of the assembly which is ending. I think I have answered all. Yes, sir. Next. Please give the mic to the lady in the third row. जल्दी जाइए थोड़ा आप. ഹരിയാനയും ജമ്മു കാശ്മീരും പോളിംഗ് ബൂത്തിലേക്ക് 2 സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. അതേസമയം കേരളം കാത്തിരുന്ന 3 ഉപതെരഞ്ഞെടുപ്പുകൾ അതിന്റെ തീയതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ചേലക്കരയിലും പാലക്കാടും ഒപ്പം വയനാടുമായി ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ, പ്രഖ്യാപിക്കുമെന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രഖ്യാപിക്കപ്പെട്ടില്ല. ഇവിടെ ജമ്മു കാശ്മീരിൽ 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ്. ഒക്ടോബർ 4 വോട്ടെടുപ്പ് എന്നുള്ളതാണ്. ഒക്ടോബർ 1 ഹരിയാനയിൽ വോട്ടെടുപ്പ് നടക്കുക. കിരൺ ബാബു ചേരുന്നു. കിരൺ, ഈ പ്രഖ്യാപിക്കപ്പെട്ടതിനേക്കാൾ ഇനി പ്രഖ്യാപിക്കാനുള്ളതാണ് ആകാംക്ഷ ജനിപ്പിക്കുന്നത്. കേരളത്തിലും പ്രഖ്യാപനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സാവകാശം നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്തെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. 4 സംസ്ഥാനങ്ങളിലാണ് ഈ വർഷം കാലാവധി അവസാനിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്രയായിരുന്നു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടില്ല. ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹരിയാനയിൽ 1 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ്. അത് ഒക്ടോബർ 1 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒക്ടോബർ 4 വോട്ടെടുപ്പും. ജമ്മുവിൽ 3 ഘട്ടമായാണ് സെപ്റ്റംബർ 18, സെപ്റ്റംബർ 25, ഒക്ടോബർ 1 എന്നീ 3 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്താനായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നെങ്കിലും ജമ്മു കാശ്മീരിലെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ കൂടുതൽ സുരക്ഷാ സേനയുടെ വിന്യാസം അടക്കം ആവശ്യമായി വരുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അവിടെ സുരക്ഷാ സേനയുമായിട്ടുള്ള ഭീകരരുടെ ഏറ്റുമുട്ടൽ നിരന്തരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ അവിടേക്ക് വിന്യസിക്കാൻ വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നു എന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയായിരുന്നു മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാഷ്ട്രീയം മാറിമറിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര തന്നെയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഉത്സവകാലമായത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാത്തത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്ന വിശദീകരണം. എന്തായാലും ഇന്ത്യ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി കാത്തുനിന്ന സംസ്ഥാനം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം പ്രധാനപ്പെട്ട 4 രാഷ്ട്രീയ പാർട്ടികൾ, ആ രാഷ്ട്രീയ പാർട്ടികൾ നെടുകെ 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നെടുകെ പിളരുകയും NCPയും അതോടൊപ്പം തന്നെ ശിവസേനയും BJPയിലേക്ക് മടങ്ങി വന്ന് അവിടെ ഒരു സർക്കാർ രൂപീകരിക്കുകയും ആദ്യത്തെ മഹാവികാസ് അഗാഡി സഖ്യം തന്നെ പൊളിഞ്ഞു പോവുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ NCPയിൽ നിന്നും അതോടൊപ്പം തന്നെ ശിവസേനയ്ക്കും വലിയ വിജയം നേടാൻ, അല്ലെങ്കിൽ ഭിന്നിച്ചുപോയ പാർട്ടികളിൽ നിന്ന് വലിയ വിജയം നേടാനുള്ള അവസരവും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹരിയാനയിലും ജമ്മുവിലുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജമ്മുവിലാണ്. ജമ്മു കാശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് 10 വർഷമാകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ജമ്മു കാശ്മീരിൽ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നത് 2014 അതിനുശേഷമാണ് 2014 തെരഞ്ഞെടുപ്പിൽ അവിടെ ജമ്മു കാശ്മീരിലെ ആ സർക്കാരിന്റെ കാലാവധിക്ക് ശേഷം BJP പിൻവലിച്ചതോടുകൂടി ആ സർക്കാരിനെ പിൻവലിച്ച് രാഷ്ട്രപതി ഭരണത്തിലേക്ക് വിടുകയായിരുന്നു. മെഹബൂബ മുഫ്തിയായിരുന്നു അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്നത്. അതിനുശേഷം ജമ്മു കാശ്മീരിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. പിന്നീടാണ് കശ്മീരിന്റെ പ്രത്യേക പദവി 370 ആർട്ടിക്കിൾ എടുത്തു കളയുകയും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തത്. അതിനുശേഷവും പിന്നീടും തെരഞ്ഞെടുപ്പ് നടക്കാതെ ലഫ്റ്റനന്റ് ഗവർണറുടെ കീഴിൽ തുടരുകയായിരുന്നു. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ നിരവധി കേസുകൾ പോവുകയും സുപ്രീം കോടതി സെപ്റ്റംബർ 30 അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന അന്ത്യശാസനം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് വീണ്ടും ഭരണത്തിലേക്ക് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഒരു ഭരണത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള ഒരു വലിയ പ്രത്യേകത കൂടി ജമ്മു കാശ്മീരിലുണ്ട്. ഏറെ നിർണായകമാണ് ജമ്മു കാശ്മീരിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. 2014 തെരഞ്ഞെടുപ്പിൽ അവസാന തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് PDPക്ക് 28 സീറ്റുകളും BJPക്ക് 25 സീറ്റുമാണ് ലഭിച്ചത്. ഇന്ത്യ കണ്ട തന്നെ അസാധാരണമായ ഒരു സഖ്യമായ PDP-BJP സഖ്യമാണ് അന്ന് അവിടെ ഭരണത്തിലിരുന്നത്. മുഫ്തി മുഹമ്മദ് സയ്യിദ് ആയിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അദ്ദേഹത്തിന്റെ മകൾ മെഹബൂബ മുഫ്തി അവിടെ മുഖ്യമന്ത്രിയായത്. അതിനുശേഷം പിന്നീട് 2018 BJP പിന്തുണ പിൻവലിക്കുന്നത്. 2019 അവിടെ രാഷ്ട്രപതി കേന്ദ്ര സർക്കാർ അവിടുത്തെ നിയമസഭയെ പിരിച്ചുവിട്ടുകൊണ്ട്
രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. പിന്നീടും അവിടുത്തെ 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞ ശേഷവും അവിടെ പലതരത്തിലുള്ള ഭീകരമായിട്ടുള്ള ഏറ്റുമുട്ടലടക്കമുള്ള അല്ലെങ്കിൽ അവിടുത്തെ സമാധാന അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പലതവണയായി നീട്ടിവെക്കുകയായിരുന്നു. ഒടുവിലാണ് കോടതിയുടെ ശക്തമായ നിർദ്ദേശം വന്നത്. സെപ്റ്റംബർ 30 ജമ്മുവിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. അതിന് പ്രകാരമാണ് ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ജില്ല സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയെ സംബന്ധിച്ചും ഹരിയാനയിൽ നേരത്തെ കോൺഗ്രസിന് ആധിപത്യമുള്ള സ്ഥലമായിരുന്നു. അതിനുശേഷമാണ് 2014 അവിടെ BJPയുടെ അധികാരത്തിൽ വരുന്നത്. മനോഹർലാൽ ഖട്ടർ ആയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നത്. ഈ അടുത്ത കാലം വരെയും അദ്ദേഹം തന്നെയായിരുന്നു അവിടെ മുഖ്യമന്ത്രിയായിരുന്നത്. അതിനുശേഷമാണ് നയബ് സിംഗ് സെയ്നി അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. കഴിഞ്ഞ തവണ BJP സഖ്യത്തിൽ ഉണ്ടായിരുന്ന JJP ആണ്. JJPയുടെ 10 അംഗങ്ങളുടെ കൂടി പിന്തുണയിലാണ്. BJPക്ക് 90 അംഗ നിയമസഭയിൽ BJPക്ക് 40 അംഗങ്ങളും കോൺഗ്രസിന് 31 അംഗങ്ങളും JJPക്ക് 10 അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ആ JJPയുടെ ദുഷ്യന്ത് ചൗത്താലയുടെ പാർട്ടിയാണ് JJP. ഓംപ്രകാശ് ചൗത്താലയുടെ കൊച്ചുമകനായ ദുഷ്യന്ത് ചൗത്താലയുടെ പാർട്ടി. ആ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് ഭരിച്ചിരുന്നത്. ദുഷ്യന്ത് ചൗത്താല അവിടെ ഉപമുഖ്യമന്ത്രിയുമായിരുന്നു. പിന്നീട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് JJP BJPയുടെ പിന്തുണ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നത്. അന്ന് സീറ്റ് ഷെയറിംഗുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നടന്ന കർഷക സമരങ്ങളുമായിരുന്നു പ്രധാനമായും ഇവരുടെ പിന്തുണ പിൻവലിക്കൽ തീരുമാനത്തിലേക്ക് നയിച്ചത്. എന്നാൽ അതിനുശേഷം പിന്നീട് അതൊരു അവിശ്വാസ പ്രമേയത്തിലേക്ക് ഉള്ള നീക്കങ്ങൾ ഉണ്ടായെങ്കിലും അത്തരം നീക്കങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് ഉടനെ തന്നെ നടക്കുന്നതിനാൽ അത്തരം നീക്കങ്ങളിലേക്ക് പോയില്ല. അതുകൊണ്ട് തന്നെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പും ഇക്കുറി ഏറെ നിർണായകമാണ്. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം സീറ്റുകളും ലഭിച്ചത് BJPക്കാണെങ്കിൽ 2014 BJPക്ക് 7 സീറ്റും കോൺഗ്രസിന് 1 സീറ്റും INLDക്ക് 2 സീറ്റുമാണ് ലഭിച്ചതെങ്കിൽ 2019 10 സീറ്റുകളിലും വിജയിച്ചത് BJP ആയിരുന്നു. എന്നാൽ ഈ 2024 ഏറ്റവും അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവിടെ BJPക്ക് 5 സീറ്റുകളിലും കോൺഗ്രസ് 5 സീറ്റുകളിലും തുല്യം സീറ്റുകളിലാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പും കോൺഗ്രസിനെ സംബന്ധിച്ചും അവിടെ ഒരു അഭിമാന പോരാട്ടമാണ്. ജമ്മു കാശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. 3 ഘട്ടങ്ങളായി ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കും. നേരത്തെ കിരൺ പറഞ്ഞതുപോലെ 10 വർഷം കഴിഞ്ഞാണ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. ഒറ്റഘട്ടമായി ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കും. കോൺഗ്രസിനും ഒപ്പം BJPക്കും ഒരുപോലെ നിർണായകമായ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളാണ് ഈ രണ്ടും. ജമ്മു കാശ്മീരും ഒപ്പം ഹരിയാനയും. രണ്ടിടത്തും ഇരു പാർട്ടികൾക്കും നിരവധി കാര്യങ്ങൾ തെളിയിക്കാനുണ്ട്. ഇന്ത്യ സഖ്യത്തിനും അതിനുള്ള നിർണായകമായ സാഹചര്യമുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നൽ തിളങ്ങുന്ന പ്രകടനത്തിന് ശേഷം വീണ്ടും കോൺഗ്രസിന്റെ കരുത്ത് അത് മാറ്റുരയ്ക്കപ്പെടുകയാണ് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. കിരൺ